നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി വലിയ പാരമ്പര്യമുള്ള സംഘടനയാണ്. നെഹ്റു കുടുംബത്തിൻ്റെ ആധിപത്യത്തിൽ ഇങ്ങുവരെ ഇപ്പോഴും തുടരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി എന്തിന് കൂട്ടിച്ചേരുന്നു? ഇപ്പോൾ ഈ പെഹൽഗാം ആക്രമണമുണ്ടായ ശേഷം കോൺഗ്രസിൻ്റെ പല നേതാക്കളും ജയറാം രമേശും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുതരം പാകിസ്ഥാൻ അനുകൂല നിലപാട്, ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്ന ചോദ്യം ഉന്നയിച്ചതുൾപ്പെടെ പാകിസ്ഥാൻ അനുകൂല നിലപാട് അല്ലെങ്കിൽ ഒരു തീവ്രവാദ അനുകൂല നിലപാട് സ്വീകരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. മാധ്യമങ്ങൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്തതുമാണ്. കേരളത്തിലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MP SDPI പോലുള്ള ഒരു പാർട്ടിയുടെ സ്ഥാപക ദിനത്തിൽ പങ്കെടുക്കുന്നു. അവരിൽ നിന്ന് ലഡ്ഡു വാങ്ങി കഴിക്കുന്നു. ലഡ്ഡു വാങ്ങി കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം പറയുകയും ചെയ്തു. കാരണം എനിക്ക് പ്രമേഹമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ആര് ലഡ്ഡു തന്നാലും ഞാൻ തിന്നും. എൻ്റെ മണ്ഡലത്തിലെ ആര് ലഡ്ഡുവോ ജിലേബിയോ എള്ളുണ്ടയോ ഔലോസുണ്ടയോ എന്ത് തന്നാലും ഞാൻ തിന്നും എന്നുള്ള നിലയ്ക്കാണ് ആൻ്റണി MP എന്ന പത്തനംതിട്ട ജനപ്രതിനിധി പ്രതികരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. പക്ഷേ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ ഒരു സംസ്ഥാന നേതാവാണ്, ലോക്സഭ MP ആണ്. കോൺഗ്രസ്സുകാർ മാത്രമായിരിക്കില്ല അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്, SDPക്കാരും ചെയ്ത് കാണുമായിരിക്കും. എന്തൊക്കെ വന്നാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഈ ഒരു നിരോധിക്കപ്പെട്ട സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ഥാപക ദിനത്തിൽ ഇദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിന് ലഡ്ഡു തിന്നാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും ജനങ്ങളോട്, പൊതുസമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമില്ലേ? ഇവിടെ ഹൈന്ദവ സമൂഹത്തെയും RSS BJP പ്രവർത്തകരെയും ഒക്കെ കൊല്ലും എന്ന് പറഞ്ഞ് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയ ഒരു സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് ആൻ്റണി MPയെ വിളിച്ചു വരുത്തി ലഡ്ഡു കൊടുത്തത്. നമ്മളെപ്പോഴും പറയും, നമ്മൾ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ഞാനിപ്പോൾ ആരെയും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ആരെയും തല്ലില്ല, ആരെയും ഇടിക്കില്ല, അല്ലെങ്കിൽ ആരെയും ചീത്ത വിളിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുക കൂടി വേണം എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലൊക്കെ കിടന്ന് ഇങ്ങനെ ചീത്ത വിളിക്കുകയും ബഹളം കൂട്ടുകയും ഒക്കെ ചെയ്യുന്നു. പുറത്തിറങ്ങിയാൽ നമ്മൾ ഡീസൻ്റാണ്. അപ്പം നമ്മൾ പുറത്തിറങ്ങിയാലും ഡീസൻ്റാണ് എന്നുള്ള കാര്യം നമ്മൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടി ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. കാരണം സാമൂഹ്യ വിഷയമായതുകൊണ്ട്. ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ആയിരക്കണക്കിന് ആളുകളുടെ വോട്ട് വാങ്ങി ജയിച്ച വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയോ KPCCയോ അനുവാദം കൊടുത്തിരുന്നു. SDPക്കാർക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി LDF ഭരിക്കുന്നത് SDPക്കാരൻ്റെ പിന്തുണ കൊണ്ടാണ്. SDPക്കാരൻ്റെയും അതുപോലുള്ള നിരവധി ഇത്തരം വെൽഫെയർ പാർട്ടിക്കാരൻ്റെയും ഒക്കെ പിന്തുണ കൊണ്ട് നിരവധി പഞ്ചായത്തുകൾ LDFും UDFും ഭരിക്കുന്നുണ്ട്. എന്തായാലും ആൻ്റണി MP ലഡ്ഡു വാങ്ങിക്കഴിച്ചതിൽ സന്തോഷം. ലഡ്ഡുവിന് നല്ല മധുരമുണ്ടായിരുന്നു. അങ്ങേക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തത് കാരണം എത്ര വേണമെങ്കിലും ലഡ്ഡു തിന്നാം. SDPക്കാർ ഇനി ഒരു ചാക്കിനകത്ത് ലഡ്ഡു കൊണ്ടുവച്ചാലും അങ്ങ് ഭക്ഷിക്കണം. അങ്ങേക്ക് പത്തനംതിട്ടയിലെ സാധാരണ ജനങ്ങളോട്, പത്തനംതിട്ടയിൽ അങ്ങയെ വോട്ട് ജയിപ്പിച്ച ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവുമില്ല. ഈ മതഭീകരവാദ സംഘടനയുടെ, നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ അവരുടെ സ്ഥാപക ദിനത്തിൽ മുഖ്യാതിഥിയായി പോയതിനും ലഡ്ഡു കഴിച്ചതിനും അതിനുശേഷം ഒരു ന്യായം പറഞ്ഞതിനുമൊക്കെ അങ്ങേക്ക് ആശംസകൾ, അഭിനന്ദനങ്ങൾ നേരുന്നു. ഒരു ജനപ്രതിനിധി പാലിക്കേണ്ട നയങ്ങളെക്കുറിച്ച്, മര്യാദകളെക്കുറിച്ച്, ചില നിയമ വ്യവസ്ഥകളെക്കുറിച്ച്, ജനങ്ങളുമായി ഇടപെടേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും ശ്രീ ആൻ്റണി MPക്ക് നമ്മളാരും ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം നിരവധി തവണ ജനപ്രതിനിധിയായ ആളാണ്. പക്ഷേ ഇനിയും അങ്ങ് ഖദറിട്ട് വോട്ട് ചോദിക്കാൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ വരുമ്പോൾ ഈ SDPക്കാർ തന്ന ലഡ്ഡുവിൻ്റെ മധുരം അങ്ങയുടെ നാവിലുണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ആ മധുരം ചിലപ്പോൾ അവിടെ എല്ലാ സമൂഹങ്ങളുമുണ്ട്. ഇവിടെ ഹൈന്ദവ സമൂഹത്തെയും അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയും RSSനെയും ഒക്കെ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തി കൊല്ലാൻ നോക്കുന്ന ഒരു സംഘടനയുടെ ലഡ്ഡു വാങ്ങി തിന്നിട്ട് അങ്ങ് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല.